ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 190ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് തൃക്കരിപ്പൂരാണ്. നമുക്ക് പറയുന്നത് ആനന്ദ് PL ആനന്ദാണ് വായിക്കുന്നതും പറയുന്നതും ഭജന പാടുന്നതും. അപ്പോൾ ആനന്ദ് ഞാൻ തന്നെയാണ് ഇന്നത്തെ കോർഡിനേറ്റർ. അപ്പം മോൻ ഞാൻ ഓംകാരവും സായി ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സൈറാം ആനന്ദ തുടങ്ങിക്കോളൂ മോനെ. വീഡിയോ ഓൺ ചെയ്യണേ. വീഡിയോ ഓൺ ആണ്. ഓം ശ്രീ സൈറാം. ഭഗവത് ത്രിപാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ വീഡിയോ ഓൺ അല്ല, ഞങ്ങൾക്ക് കാണാൻ വയ്യല്ലോ. അപ്പം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, പ്രോബ്ലം ആവാം. കണ്ടിന്യൂ ചെയ്യാം. ഭഗവാൻ 1981 നവംബർ 22 പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രഭാഷണമാണ് നാം ഇന്ന് കേൾക്കുന്നത്. ഒരു മാതൃകാ സർവകലാശാല വിദ്യാർത്ഥികളെ, ദിവ്യ പ്രേമ സ്വരൂപരെ, വിദ്യാഭ്യാസ വിദഗ്ധരെ, നാം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം പോയാൽ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വളരെ ദുഃഖമുണ്ടാകുന്നു. നാം സദാചാരത്തിലും ആത്മീയ മൂല്യങ്ങളിലും അധപ്പതിച്ചാൽ നമ്മുടെ അച്ഛനമ്മമാരെക്കാൾ 10 ഇരട്ടി ദുഃഖം മാതൃഭൂമിക്കുണ്ടാകുന്നു. നമുക്ക് ശരീരം തന്നെ അമ്മയുടെയും സാംസ്കാരികമായി നമ്മയുടെ അമ്മയായിരിക്കുന്ന ജന്മനാടിന്റെയും ദുഃഖം ശമിപ്പിക്കുകയും സമാധാനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഈ ജോലിക്ക് ആവശ്യമായ ഉത്സാഹവും വൈദഗ്ധ്യവും വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ. ആത്മീയമായ സമ്പത്തിന്റെ ഖജനാവ് എന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ ദിവസം ചെല്ലും തോറും ധർമ്മം ക്ഷയിച്ചു വരികയാണ്. അധാർമികത, അനീതി, ഹിംസ, സാമൂഹ്യ വിരുദ്ധത, അസത്യം ഇവയെല്ലാം കൊടികുത്തി വാഴുകയാണ്. ഈ ദുശ്ശീലങ്ങൾ എല്ലാം യാതൊരു തടസ്സവും കൂടാതെ അവയുടെ പൈശാചിക നൃത്തം തുടരുകയാണ്. ഈ കലിയുഗത്തിൽ വിദ്യാർത്ഥികൾ സിംഹക്കുട്ടികളെ പോലെ ഉണർന്നെഴുന്നേൽക്കണം. രാഷ്ട്രതലത്തിലും സാമൂഹ്യ തലത്തിലും വ്യക്തിഗതമായും ശാന്തിയും ധർമ്മവും അവർ പുനഃസ്ഥാപിക്കണം. വിദ്യാർത്ഥികളെ, ഇന്ന് നേതാക്കന്മാരായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവരും അധികാരം കൈയാളുന്നവരും മുതിർന്നവരായി നിങ്ങൾ ആരാധിക്കുന്നവരും എല്ലാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ നാളത്തെ നേതാക്കന്മാരും അധികാരം ഭരിക്കുന്നവരും മുതിർന്നവരും ആയിത്തീരണം.
നിങ്ങൾക്കുള്ള ഈ വിധി മറക്കാതിരിക്കുക. നമ്മുടെ മാതൃഭൂമി വെറും ഒരു പിടി മണ്ണല്ല. ഇതിന്റെ പുരോഗമനം നാം ആഗ്രഹിക്കുമ്പോൾ ഇതിൽ ജീവിക്കുന്നവരുടെ പുരോഗതിയാണ് നാം ഉറപ്പിക്കേണ്ടത്. മനുഷ്യനെ പരിഷ്കരിക്കാനുള്ള വൈദഗ്ധ്യം വിദ്യാർത്ഥികൾക്ക് മാത്രമേ കാണുന്നുള്ളൂ. പരിഷ്കരണത്തിൻ്റെതായ ഈ ജോലി ദുഷിച്ച ശീലങ്ങളും സ്വഭാവങ്ങളും ഇല്ലാതാക്കുകയും നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. സ്വയം നല്ലവനാകുവാൻ ശ്രമിക്കുന്നതിലാണ് ഒരു മനുഷ്യന്റെ വില നാം കാണുന്നത്. ഇക്കാലത്ത് മനുഷ്യരെ നന്നാക്കുവാൻ സർക്കാരിന് കഴിവൊന്നുമില്ല. അതുപോലെ സർക്കാരിനെ ഉദ്ധരിക്കുവാൻ ജനങ്ങൾക്കും അധികാരമില്ല. വിദ്യാഭ്യാസ പ്രക്രിയ പരിശുദ്ധമായ യത്നമാണ്. വിദ്യാർത്ഥി രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അടിസ്ഥാന ശില ശക്തമാണെങ്കിൽ കെട്ടിടം ഉറച്ചു തന്നെ നിൽക്കും. ഈ അടിസ്ഥാന ശില ശക്തിപ്പെടുത്തുവാൻ ജനങ്ങളും ഭരണാധികാരികളും രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും സഹകരണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും കഠിനമായ പ്രയത്നം ചെയ്യുകയും വേണം. ഈ 5 ഘടകങ്ങൾ, ഈ 5 ശക്തികൾ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരുമിച്ച് ജോലി ചെയ്യേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. പരമമായ സത്യത്തിന്റെ പ്രകാശം വിദ്യാഭ്യാസ മേഖലയിൽ വളർത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ ആരും തന്നെ നേരെയായ മാർഗത്തിൽ കൂടെയല്ല ചരിക്കുന്നത്. സ്വാഭാവികമായും അവർ ചീത്തയായതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. സാമൂഹ്യ തലത്തിലും ദേശീയ തലത്തിലും ഇപ്പോൾ തിന്മ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ മാത്രം ശുദ്ധീകരിച്ചതുകൊണ്ട് ഭാരതത്തിന് പുരോഗമനം സാധ്യമല്ല. വിദ്യാഭ്യാസ പ്രക്രിയ അടിസ്ഥാനപരമായി പരിശുദ്ധമായ ഒരു പ്രയത്നമാണ്. ഇതിനെ പുനരുദ്ധരിക്കുമ്പോൾ നമുക്ക് പല പാഠങ്ങളും പഠിക്കേണ്ടതുണ്ട്. വളരെയധികം കടമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. പുരാതന കാലത്ത് സദാചാരമായ ഉയർച്ചയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഇക്കാലത്ത് ആ നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ സിംഹങ്ങളെ പോലെ വിദ്യാർത്ഥികൾക്ക് ഭയമില്ലാതെ സ്വാതന്ത്ര്യമായി ഈ സാമ്രാജ്യത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. അവർ സൂത്രധാരകനായ കുറുക്കനെ പോലെയോ ചതിയും വഞ്ചനയും നിറഞ്ഞ ചെന്നായെ പോലെയോ തരം താഴരുത്. ഇക്കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവുന്ന കാട്ടിൽ സിംഹങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ചെന്നായ്ക്കളും ആടുകളും ധാരാളമായി ഉണ്ട് താനും. ഒരു കുന്നു പുസ്തകങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ആരും അഭ്യസ്ത വിദ്യരാകുന്നില്ല. വിദ്യാർത്ഥികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സമാധാനവും സുരക്ഷിതത്വവും കളിയാടണം. പരിശുദ്ധിയുടെ പ്രഭാവലയം ഇവിടെ പ്രസരിക്കണം. പക്ഷെ ഇപ്പോൾ ക്യാമ്പസുകളിൽ സമാധാനവും സുരക്ഷിതവും ഉണ്ടോ? ഇല്ല. ശരിയായ വിദ്യാഭ്യാസം വിലയിരുത്തപ്പെടുന്നത് അത് എത്രമാത്രം മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധയുണ്ടാകുന്നു എന്ന് നോക്കിയാണ്. വിദ്യാർത്ഥികൾ ജനങ്ങളുടെ രക്ഷകർത്താക്കളായി വളരണം. അവർ പൗരന്മാരുടെ ഭാവി രക്ഷകർത്താക്കളും നേതാക്കളും ഭരണകർത്താക്കളുമായി തീരണം. ദേശസേവനം ചെയ്യാൻ തയ്യാറാകണം. ഇന്ത്യയുടെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ ഉള്ള ഭാരമേറിയ ജോലി വിദ്യാർത്ഥികളുടെ തോളിലാണ് വിശ്രമിക്കുന്നത്. ഭാരതത്തിന്റെ ഭാവി സുന്ദരമാക്കാൻ വേണ്ടി ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ പരിഷ്കരിക്കേണ്ടതാണ്. വിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന ഒരു ജഡമാണ്. പ്രേമസ്വരൂപരെ, എല്ലാ മനുഷ്യരും ആനന്ദം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആനന്ദം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഈശ്വര വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. വിശ്വാസം ആനന്ദത്തിന്റെ നീരുറവയാണ്. പക്ഷേ എവിടെ നോക്കിയാലും നാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് അവനവനെ തന്നെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവന് ആനന്ദം ലഭിക്കുന്നത്? കുറച്ച് ദിവസത്തേക്ക് മാത്രമെങ്കിലും സന്തോഷമായി ജീവിക്കുവാൻ തക്ക വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയത്തക്ക പുരോഗതി നേടിയിട്ടുള്ള ഇക്കാലത്ത് പോലും സർവശക്തനായ ഈശ്വരനുള്ള വിശ്വാസം മനുഷ്യനെ നശിച്ചിരിക്കുന്നു. അവൻ ചോദിക്കുന്നു, ഈശ്വരൻ വാസ്തവത്തിൽ എന്താണ്? അവൻ തർക്കിക്കുന്നു, ഈശ്വരൻ ഉണ്ടോ? ശരി, ഈശ്വരനില്ല, ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നു, അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ഈശ്വരനെ ആയിരിക്കും. സത്യം ഈശ്വരനാണ്. സത്യം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഈശ്വരനും നിലനിൽക്കുന്നുണ്ട്.
ഈശ്വരൻ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ സത്യം ഈശ്വരനാണ്. സത്യമില്ലെന്ന് ആർക്കെങ്കിലും തർക്കിക്കാമോ? വരൂ, ആ ആൾക്ക് ഞാൻ സത്യം കാണിച്ചു കൊടുക്കാം. സത്യത്തിന്റെ നിലനിൽപ്പിനെ തിരസ്കരിക്കുന്നവൻ സത്യമായി മനുഷ്യനല്ല. സത്യത്തിനേക്കാൾ മഹത്തായ ഒരു ദൈവം വേറെയുണ്ടോ? ഇക്കാലത്ത് മനുഷ്യൻ മനസ്സ് മുഴുവനും തിന്മ നിറഞ്ഞതാണ്. അത് ദുഷ്ടതയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് സത്യത്തിന്റെ മാഹാത്മ്യം ആർക്കും മനസ്സിലാകുവാൻ സാധിക്കുന്നില്ല. നാം കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾ ഒട്ടും വ്യത്യാസമില്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞു ധരിപ്പിക്കുന്നതാണ് സത്യം എന്ന് ഒരു തെറ്റായ വിശ്വാസമുണ്ട്. അല്ല, ഇത് സത്യത്തിന്റെ അർത്ഥമല്ല. നാം കണ്ടതും കേട്ടതുമായ സംഗതികൾ മാറ്റം വരുത്തുന്നതാണ് സത്യം. മാറ്റമില്ലാത്തതാണ്. അത് ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാര്യങ്ങളും മാറ്റമില്ലാതെ തന്നെ നിൽക്കും. അങ്ങനെ സത്യത്തെ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. വിശ്വാസം നമ്മുടെ പ്രാണവായുവാണ്. അതില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കുന്ന ഒരു ജഡമായി തീരും. ഈശ്വരനിൽ വിശ്വാസം വളർത്തുക. എല്ലാ ജീവജാലങ്ങളെയും പ്രേമിക്കുകയും സേവിക്കുകയും ചെയ്യുക. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക. ജയ് സായിരാം. ഇനി അനുഭവം പറഞ്ഞോളൂ. പക്ഷെ വീഡിയോ എന്തോ ഓൺ ആവുന്നില്ലല്ലോ കുട്ടി. ആന്റി 1 മിനിറ്റ് തന്നാ മതി. വീഡിയോ മനോജ് ഒന്ന് കാണണമല്ലോ ഞങ്ങൾക്ക്. ഓക്കെ, ഒരേ 1 മിനിറ്റ്. ഇപ്പം വീഡിയോ ഓൺ ആണ്. സാരം പറഞ്ഞോളൂ. സാരാം. ഓം ശ്രീ സാരാം. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമ്പലമുക്ക് സമിതിയിലെ ഒരു മെമ്പറാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ബാലവികാസിലൂടെ വളരാനും ഗ്രൂപ്പ് 3 പാസ്സാവാനും പറ്റി. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോളേജിൽ ഡിഗ്രി ബൃന്ദാവനിലും പോസ്റ്റ് ഗ്രാജുവേഷൻ പർത്തിയിലും സ്വാമിയുടെ അനുഗ്രഹത്താൽ പൂർത്തിയാക്കാനും പറ്റി. ഇപ്പോൾ കറൻ്റ്ലി സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഇന്ത്യൻ റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ട്രിവാൻഡ്രം ഡിവിഷനിൽ നാങ്ങനേരി എന്ന സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഞാൻ 2007 വിഷുവിലേക്ക് കൊണ്ടുപോയാണ്. ഇതിലുള്ള മിക്കുള്ളവരും അന്ന് പ്രശാന്തി നിലയത്തിനുണ്ടായിരിക്കും. അന്ന് ഭഗവാന്റെ അനുഗ്രഹം തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾക്ക് വേദം പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം സ്വാമിയുടെ അനുഗ്രഹത്താൽ വൈദ്യസാറിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ 5 പേർക്കായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇൻവോക്കേറ്ററി വേദം ചാൻഡിങ്ങിന് വേണ്ടി. നമ്മൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. സ്വാമി വരുമ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്വാമിയുടെ പെർമിഷൻ ചോദിക്കും. സ്വാമി പെർമിറ്റ് ചെയ്താൽ സാർ ഇൻസ്ട്രക്ഷൻ തരും, സാർ ക്യൂ തരും. നമ്മൾ ചെന്ന് ഡൈസിൽ ചെന്ന് വേദം പറഞ്ഞ് തിരിച്ചു വരിക. ഇതായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. പക്ഷേ ലവ് മൈ അൺസർട്ടനിറ്റി എന്ന് സ്വാമി എപ്പോഴും പറയാറുണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്വാമി ഇപ്രാവശ്യം വേദം പറയാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ പ്രോഗ്രാം നടക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വാമി ഇങ്ങനെ വന്നു. ദർശനം കഴിഞ്ഞ് സ്വാമി ഡയസിൽ വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് പ്രസിഡന്റ് എഡിറ്റ് സ്വാമിയുടെ അടുത്ത് ചെന്നു. നെക്സ്റ്റ് മൊമെന്റ് സ്വാമി നമ്മളിരിക്കുന്ന ഡയസിൽ സ്വാമി നോക്കിയിട്ട് ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ സ്വാമിയുടെ മുമ്പിൽ നിൽക്കുക. ഞാനായിരുന്നു മുമ്പിൽ. സ്വാമി എൻ്റെ അടുത്ത് പേര് ചോദിച്ചു. സ്വാമി ഞാൻ ആനന്ദ് എന്ന് പറഞ്ഞു. ആ സമയം പ്രസാദി വേദം ഗ്രൂപ്പ് വേദനാരായൺ സാറും ടീമും അവർ വേദം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാമി എന്നോട് ചോദിച്ചു അവരെന്താ ചാൻഡ് ചെയ്യുന്നതെന്ന്. സ്വാമി നാരായണ സൂക്തം. സ്വാമി എൻ്റെ അടുത്തും പറയാൻ പറഞ്ഞു. നാരായണാദിന്ദ്രോ ജായത്തെ അത് വെച്ച് തുടങ്ങി. യച്ഛ കിഞ്ചിത് ജഗത് സർവം ദൃശ്യത്തെ ശ്രൂയത്തെ പിവാ അന്തർബഹിശ്ച തത് സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ അനന്തമവ്യയം കവിക്കും. ഇങ്ങനെ തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ സ്വാമി അവർക്ക് നിർത്താൻ പറഞ്ഞു. നമ്മൾക്ക് ചെന്ന് നമ്മളുടെ വേദം, നമ്മൾ അന്ന് ശിവോപാസന മന്ത്രമാണ് പറയാനിരുന്നത്, അത് പറയാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരുന്നു. പക്ഷേ സ്വാമി അന്ന് ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നത്. ഒന്ന്, നീ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നീ അതേ ഗ്രൂപ്പിൻ്റെ കൂടെ പർത്തി വേദം ഗ്രൂപ്പിൻ്റെ കൂടെ നീ വേദം പറയും, സ്റ്റുഡൻ്റ് ആയിട്ട് വേദം പറയുന്നത് അന്നേ എനിക്ക് സ്വാമി കാണിച്ചു തരായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്
11th വേണ്ടി സ്വാമിയുടെ സ്കൂളിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കി. പക്ഷേ സ്വാമിയുടെ നിശ്ചയപ്രകാരം എൻ്റെ ആപ്ലിക്കേഷൻ ഫോമേ അവിടെ എത്തിയില്ല, എത്തിയത് ലേറ്റായിപ്പോയി. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു അന്ന്. എനിക്ക് സ്വാമിയുടെ അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്നൊരു രാത്രി സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഒരു ക്ലാസ് റൂം, നല്ല വൈറ്റ് ബോർഡൊക്കെ ഉള്ള പ്രൊജക്ടറൊക്കെ ഉള്ള ഒരു ക്ലാസ് റൂം. ഞാൻ ഏതോ ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. സ്വാമി പുറത്ത് നിന്ന്, ആ ജനലിൻ്റെ പുറത്ത് നിന്ന് സ്വാമി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു അന്ന് ഞാൻ കണ്ട സ്വപ്നം. ഇത് ഞാൻ വിചാരിച്ചു, ഞാൻ എണീറ്റിട്ട് സ്വാമി ഇനി ഒരു കാര്യമില്ല, എനിക്ക് സ്വാമിയുടെ സ്കൂളിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല, ഇനി ഈ സ്വപ്നത്തിന് എന്താ പ്രസക്തി എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് അന്ന് കിടന്നു. 2 വർഷം കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്കൂള് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ഉണ്ട്, ബൃന്ദാവൻ കോളേജിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്തു. ഇപ്രാവശ്യം നേരത്തെ തന്നെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അവിടെ എത്തി. അന്ന് നമ്മൾ വിഷു യൂത്ത് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. ആ യൂത്ത് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഏപ്രിൽ 19 ആയിരുന്നു പർത്തിയിൽ വെച്ച എക്സാം. ഞാൻ പർത്തി ക്യാമ്പസിൽ കയറി, ക്ലാസ് റൂമിൽ കയറി. എക്സാക്ട് സെയിം ക്ലാസ് റൂം, സെയിം ലൊക്കേഷൻ, സെയിം ബോർഡ്, സെയിം ചെയർ, ഇതെല്ലാം സെയിം. ഞാൻ 2 വർഷം മുമ്പ് എന്ത് സ്വപ്നത്തിൽ കണ്ടോ അതേ സെയിം ക്ലാസ് ആയിരുന്നു ഞാൻ അന്ന് ഇരുന്നത്. എനിക്ക് അന്ന് അറിയാമായിരുന്നു സ്വാമി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഈ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ടായിരുന്നു. വെച്ചാൽ സ്വാമി 2 വർഷം മുമ്പ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന സ്ഥലമാണ്. ഇത് ആദ്യത്തേത്. രണ്ടാമത്തത് അന്ന് വേദം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് നാരായണ സൂക്തം വേദം പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ പർത്തിയിൽ ബൃന്ദാവനിൽ ജോയിൻ ചെയ്തു. നമ്മൾ സ്വാമിയുടെ സമാധിയുടെയും ഭജൻ ഹാളിന്റെ ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു. സ്വാമിയുടെ ഇന്റർവ്യൂ റൂമിന്റെ ഫ്രണ്ടിൽ മെഡിറ്റേഷൻ ചെയ്യാൻ കുട്ടികളിരിക്കും ഭജന കഴിഞ്ഞിട്ട്. സോ എനിക്കൊന്ന് എൻ്റെ 3rd ഇയറിലാണെന്ന് തോന്നുന്നു, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക. എന്തിന് നിന്നെ കൊണ്ട് ഞാൻ വേദം പറയിപ്പിച്ചു, നാരായണ സൂക്തം പറയിപ്പിച്ചു, ഞാൻ എന്താണ് നിന്നെ പറയിപ്പിച്ചത്, നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂസ് തോട്ട് പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ തിരിച്ചു തന്ന് ഞാൻ ഈ നാരായണ സൂക്തം പറഞ്ഞ സൂക്തത്തിന്റെ അർത്ഥം എടുത്തു നോക്കി. അപ്പോഴാണ് എനിക്കൊരു വലിയ സത്യം മനസ്സിലാക്കിയത്. നമ്മളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് സാക്ഷാൽ നാരായണൻ എന്നെ കൊണ്ട് ആ നാരായണന്റെ മുമ്പിൽ പറയിപ്പിക്കുകയായിരുന്നു. യച്ഛ കിഞ്ചിത് ജഗത് സർവം ദൃശ്യത്തെ ശ്രൂയതേ പിവ അന്തർബഹിഷ്യ തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ. ഈ ലോകത്തും എല്ലാത്തിലും നമ്മൾ അകത്തും പുറത്തിനും നാരായണൻ വ്യാപിച്ചു കിടക്കുന്നു. ആ ഒരു സത്യമാണ് സ്വാമി എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എൻ്റെ പർപ്പസ് ഓഫ് നമ്മളെ ഓരോരുത്തരുടെയും ലൈഫിലെ പർപ്പസ് എന്താണെന്നാണ് സ്വാമി അന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അത് 2007 വേദം പറയുന്നത്. ഓൾമോസ്റ്റ് 2015 ഇന്റർവ്യൂ റൂമിന്റെ മുമ്പിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് സ്വാമി ഇത് തോന്നിപ്പിച്ചത്. നിന്നെ കൊണ്ട് എന്തിനാ ഞാൻ പറയിപ്പിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ ഫിസിക്കൽ പ്രസൻസ് പോയി കഴിഞ്ഞാലും സ്വാമി എപ്പോഴും നമ്മളെ കൂടെയുണ്ട്. അതിൻ്റെ കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറയാണ്. ഞാൻ ബൃന്ദാവനി പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവൻ്റെ പേര് സായി പ്രസാദ് എന്നാണ്. സായി പ്രസാദ് 2nd ഇയർ ആയ സമയത്ത് അവനൊരു പർട്ടിക്കുലർ ഹാർട്ട് ഡിസീസ് വന്ന് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറയുകയും ഹാർട്ട് ബീറ്റ് കൂടുകയും ചെയ്യും. പെട്ടെന്ന് അത് ഭയങ്കര കുറഞ്ഞ് ഒരു 30-40 നല്ല കൂടി നമ്മൾ നോർമൽ ഹാർട്ട് ബീറ്റ്സ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾ ബോധം കെട്ട് വീഴും. ഇതൊക്കെ അവൻ്റെ ഒരു പ്രശ്നം. പെട്ടെന്ന് ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ ഇരുന്നു പോവും, അങ്ങനെയൊക്കെയാണ്. ഹെൽത്ത് ഒട്ടും വയ്യായിരുന്നു. അപ്പം നമ്മളുടെ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടർ എന്നെ പറഞ്ഞു, ഇവനെ തൽക്കാലത്തേക്ക് അവൻ്റെ വീട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത് നല്ലത്, ഹോസ്റ്റലിൽ നിർത്തുന്നത് അവന് നല്ലതല്ല, ആളുടെ ഹെൽത്ത് ഒട്ടും നല്ലതല്ല. സോ ഇത് നടക്കുന്ന 2014 നവംബറിലാണ്, സ്വാമിയുടെ ബർത്ത്ഡേക്ക് മുമ്പ്. അവനെ വീട്ടിലേക്ക് വിട്ടു. അവൻ്റെ വീട്ടിൽ അച്ഛൻ VSSC വർക്ക് ചെയ്യാണ്, അമ്മ, അനിയത്തി, അപ്പൂപ്പൻ. അച്ഛൻ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. ഇവൻ ബാംഗ്ലൂരിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി അവൻ്റെ അനിയത്തി ഇവൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഇവന് ശ്വാസം വലിക്കുന്നില്ല, ശ്വാസമില്ല. ഇത് ടച്ച് ചെയ്ത് നോക്കി, വെയിനിൽ കൗണ്ടൊന്നുമില്ല. അവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ചേട്ടൻ അമ്മയെ വിളിച്ചു, പെട്ടെന്ന് അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. രാത്രി 9:30 അച്ഛനാണെങ്കിൽ ഡൽഹിയിൽ നിൽക്കുകയാണ്. സ്വന്തം മകൻ മരിച്ചിരിക്കുന്ന അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, കൂടെയുള്ള അപ്പൂപ്പനും. പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. 2 ഡോക്ടേഴ്സ് ഗേറ്റിന്റെ പുറത്ത് ഇരിക്കുകയാണ്. അവർ കോളിംഗ് ബെല്ല് കേട്ടി അവർ നേരിട്ട് ചോദിക്കുന്നത് സായി പ്രസാദ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അവർ പെട്ടെന്ന് മേളത്തെ റൂമിലുണ്ട്. ഇവർ നേരെ വന്ന് സായി പ്രസാദിന് CPR കൊടുക്കുകയാണ്. കുറച്ചു നേരം കൊടുത്ത് ഒരു 5-6 മിനിറ്റ് കൊടുത്തിട്ട് ഇവർ അമ്മയെ നോക്കിയിട്ട്
ആള് മരിച്ചുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയാണ് അവൻ്റെ അമ്മ. പെട്ടെന്നാണ് എവിടെ നിന്ന് അറിഞ്ഞൂടാ അവൻ്റെ ഫുൾ ബോഡിയും അവൻ്റെ ഫുള്ള് ബെഡും വിഭൂതി കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ ഫേസിൽ ഒരു ചെറിയ പുഞ്ചിരി വന്നു. എന്നിട്ട് അവർ ഒന്നുകൂടെ CPR കൊടുത്തു തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതൊക്കെ കഴിഞ്ഞു. ഈ അമ്മയ്ക്കോ അനിയത്തെയോ അവരുടെ മൈൻഡിലൊന്നും പോയില്ല ഇവര് എങ്ങനെയാണ് ഈ ഡോക്ടേഴ്സ് പെട്ടെന്ന് വന്നത്, ആരും വിളിച്ചിട്ടില്ല. അവർ ജസ്റ്റ് കണ്ട ഉടനെ ഡോക്ടേഴ്സ് പുറത്തു വന്നു. ഇതൊന്നും ചോദിക്കാൻ നിന്നില്ല. ഡോക്ടേഴ്സിന് ഒരു ചായ കൊടുത്തു. ഇത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പോകാൻ നേരത്ത് അനിയത്തിയാണ് കൂടെ പോയത് പുറത്ത്. അനിയത്തിയുടെ മുമ്പിൽ വെച്ച് അവർ ഗേറ്റ് തുറന്ന് സായിരാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന അനിയത്തി കണ്ടത് അവരുടെ മുമ്പിൽ ഈ 2 ഡോക്ടേഴ്സും അപ്രത്യക്ഷമാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വാമി 2 ഡോക്ടേഴ്സിന്റെ രൂപത്തിലാണ് അന്ന് സായി പ്രസാദിനെ വന്ന് സേവ് ചെയ്തത്. അതും കഴിഞ്ഞില്ല, അവൻ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ജാനുവരി 2015 നമുക്ക് എല്ലാ തേഴ്സ്ഡേയ്സും ട്രെയിൽ ഭജനയുണ്ട്. ട്രെയിൽ ഭജന സമയത്ത് അന്ന് അവൻ ജോയിൻ ചെയ്ത് ട്രെയിൽ ഭജന കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വരുമ്പം ബൃന്ദാവനിൽ പോയ എല്ലാവർക്കും അറിയാം, ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് അവിടെ. അതേപോലത്തെ ഒരു ചെറിയ കൃഷ്ണ വിഗ്രഹം അവൻ്റെ റൂമിൻ്റെ അകത്ത്, അവൻ്റെ കബോർഡിൻ്റെ അകത്ത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക. ഫുൾ വിഭൂതി അഭിഷേകം കൊണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക. ഇതും പോരാഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ അതിൽ തന്നെ ഒരുപാട് മിറക്കിൾസ് നടന്നിട്ടുണ്ട്. അത് ഒരു സീരിയസ് ആയിട്ട് പറയാൻ പറ്റുന്ന മിറക്കിൾസ് അവിടെ നടന്നിട്ടുണ്ട്. ഒരു ചെറിയ മിറക്കിൾ പറയാം. അവൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു പയ്യന് പനിയായിരുന്നു. ഈ പനിയായ പയ്യൻ്റെ പേര് മാത്രം അവൻ അവിടെ എഴുതി വെച്ചു. നമ്മളൊക്കെ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പം ആ പേരിൻ്റെ അകത്ത് ഒരു ഗുളിക ഇരിക്കുകയാണ്. ആ ഗുളിക ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ചെയ്തതാണ്, ഒരു പച്ച നിറത്തിലുള്ള ഗുളിക. ആ പയ്യൻ അത് കഴിച്ചു, പനിയും മാറി. ബൃന്ദാവനം എന്ന് പറയുന്ന നമുക്ക് ബൃന്ദാവനിൽ പഠിച്ച എല്ലാവർക്കും ത്രൈയായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെ ഇരിക്കുക എൻ്റെ ഫൈനൽ ഇയറിൽ ത്രൈയിൽ നമ്മൾ ഈ തേഴ്സ്ഡേ ഭജന ഓൾമോസ്റ്റ് നമ്മൾ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇനി നമ്മൾ PG വേണ്ടി പത്തിക്ക് പോവാണ്. അപ്പം നമ്മളുടെ ആസ് എ സ്റ്റുഡൻറ് ഓഫ് ബൃന്ദാവൻ ത്രൈയിലെ അവസാനത്തെ ഭജനയാണ്. അപ്പം ഞാൻ ത്രൈയിലെ സ്വാമിയുടെ ജൂലയുണ്ട്, ജൂലയുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഭജൻസ് കിടക്കുക. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഭജൻ സ്റ്റുഡൻസ് അവിടെ ആരും പാടി തുടങ്ങി. അപ്പം നമുക്ക് സ്വാമി ഫിസിക്കലി വരുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുണ്ട്. നമ്മളെ ഹാർട്ട് ബീറ്റ്സ് കൂടും, നമ്മളെ രോമാഞ്ചം, ലൈക്ക് നമുക്കൊരു ഫീലുണ്ട് സ്വാമി ഫിസിക്കലി ഉണ്ട് എന്നൊരു ഫീല് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കൂടും, നമുക്ക് വേറെ ഒന്നും അറിയാൻ പറ്റുന്നില്ല, ആ മൊമെന്റ് മാത്രമായിരിക്കും ആ സെയിം ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ സമയത്തുണ്ടായത്. ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് സ്വാമി ഫിസിക്കലി ഇവിടെ ഉണ്ട്. ജൂല അവിടെ ആടുന്നത് കോമൺ ആണ്. നമ്മൾ എല്ലാ ഭജനയ്ക്കും ജൂല തന്നെത്താനെ ആടും. നമ്മളെ ഈ മങ്കി മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈവൻ സ്റ്റുഡൻസ് ആയപ്പോലും നമുക്ക് മങ്കി മൈൻഡാണ്. നമ്മൾ അവിടുത്തെ ഫാൻസ് ഒക്കെ ഓഫ് ചെയ്തിടും. ജൂല ഫാൻ കാരണം ഓടുന്നതാണ്, ഇത് ആടുന്നതാണോ അതോ ഇതൊക്കെ അതൊരു മിറക്കളാണോ അല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഫാൻ വരെ ഓഫ് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് ജൂല പതുക്കെ ആടി തുടങ്ങി, അള്ളാഹു അക്ബർ ഭജന തുടങ്ങി. ഞാൻ പെട്ടെന്ന് കാണുന്നത് നമ്മൾ ആ ജൂലയിൽ കുഷ്യനിൽ ഇരിക്കുമ്പം ആ കുഷ്യൻ പതുങ്ങിപ്പോവില്ലേ, ഞാൻ കാണുന്നത് സ്വാമി ഇരിക്കുന്നതിൻ്റെ അവിടെ ആ കുഷ്യൻ പതുങ്ങിപ്പോകുന്നതാണ്. ഞാൻ നേരെ താഴോട്ട് നോക്കി, സ്വാമിയുടെ പാദത്തിൻ്റെ അവിടെ കാല് വെക്കുന്ന അവിടെയും പതുങ്ങിയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ, ഞാൻ കാണുന്നത് സത്യമാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ സൈഡിൽ ബോംബെയിലുണ്ടായിരുന്ന എൻ്റെ ബാച്ച്മേറ്റ് തന്നെ BCom MBA ചെയ്ത മുരളി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനെ ഇങ്ങനെ തട്ടി വിളിക്കുക, ഇതെന്താ സംഭവിക്കുന്നത്. അവനും ഇത് കണ്ടു. ഇത് കഴിഞ്ഞു, ഭജന കഴിഞ്ഞു. അന്ന് ത്രൈയില് ഭജനയൊക്കെ കഴിഞ്ഞ പ്രസാദമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ 3 പേരായിരുന്നു. സോ ഇത് ലാസ്റ്റ് ത്രൈ സെഷൻ ആയതുകൊണ്ട്, നമ്മളെ ഒഫീഷ്യൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ത്രൈ സെഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഇൻചാർജ് പാട്ടിയ സാറ് നമുക്ക് 3 പേർക്കും വിഭൂതി പാക്കറ്റ് തരുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവർക്ക് ഓരോരോ പാക്കറ്റും കൊടുത്തു. എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് 2 വിഭൂതി പാക്കറ്റ്, ഇത് സ്വാമി ഫിസിക്കലി ബ്ലസ് ചെയ്ത പാക്കറ്റാണ് പണ്ട്, എൻ്റെ കയ്യിൽ 2 പാക്കറ്റ് ഇട്ട് വന്നു. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, സ്വാമിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. ഞാൻ എൻ്റെ റൂമിൽ കബോർഡിൽ എന്തോന്നും എഴുതിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരോ വരുന്നത് ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ കബോർഡ് മേറ്റ് ആയിരിക്കുന്നു. ഇങ്ങനെ ഞാൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ അറിയാതെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഈ വിഭൂതി പാക്കറ്റ് അവിടെ ഇരിക്കുക, 2 പാക്കറ്റ്, അതിൽ ഒരു പാക്കറ്റ് എടുത്ത് എൻ്റെ കൈ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് അങ്ങ് വീഴുക ഈ വിഭൂതി പാക്കറ്റ്. ഞാൻ നോക്കിയപ്പം നേരത്തെ ഭജൻ ഹാളിൽ എൻ്റെ കൂടെ ഇരുന്ന മുരളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും അന്ന് വിട്ടു, എന്താ സംഭവിക്കുന്നത്. ബിക്കോസ് ഞാൻ വോളണ്ടറി ചെയ്ത പോലെ അല്ല, ലൈക്ക് ഇറ്റ് വാസ് എ ഇൻവോളണ്ടറി ആക്ഷൻ. ഞാൻ അറിയാതെ എൻ്റെ കൈ ആ വിഭൂതി പാക്കറ്റിൽ ചെന്ന് ഇവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അവനും ലൈക്ക് ഭയങ്കര വണ്ടർ അടിച്ച് നിൽക്കുക. ഞാൻ ചോദിച്ചു എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു സ്വാമി അവനും ഈ കുഷ്യൻ താഴുന്നതും അവിടെ സ്വാമിയുടെ ഫിസിക്കൽ പ്രസൻസും അവന് ഫീൽ ചെയ്തു.
പക്ഷെ അത് ഉള്ളതാണോ, അവന് തോന്നിയതാണോ, ഇങ്ങനത്തെ ഒരു ഡൗട്ട്, ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വാമിയുടെ അടുത്ത് ഒന്നുകൂടെ തിരിച്ച് നമ്മളെ ഹോസ്റ്റലിൽ വന്നിട്ട്, ഹോസ്റ്റലിൽ നമ്മൾ സ്വാമിയുടെ 108 മെസ്സേജസ് ഉള്ള ചെറിയ പേപ്പേഴ്സ് ഉണ്ട്, ചിറ്റ് എന്ന് പറയും, ചിറ്റ് ബോക്സ് എന്ന് പറയും. സോ അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട്, സ്വാമി ഇത് സത്യമാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫിസിക്കലി മെറ്റീരിയലിസ്റ്റിക് എന്തെങ്കിലും എനിക്ക് തരണം, അത് നീ തരണം എന്ന് പറഞ്ഞ് ഈ ചിട്ട് എടുത്ത് നോക്കുമ്പം അതിൽ വന്നത് ഐ ഷാൽ ഗ്രാൻഡ് യുവർ വിഷൻ എന്നാണ്. ഇവൻ ഈ ചിട്ടും എടുത്തു കഴിഞ്ഞിട്ട് നേരെ എന്നെ കാണാൻ വേണ്ടി വരെ, എന്താ സംഭവിച്ചത്, അത് ഉള്ളതാണോ, നീ എന്താ കണ്ടേന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ ഇവിടുന്ന് ഞാൻ തന്നെ അറിയാതെ എൻ്റെ കൈ അവിടെ ഓട്ടോമാറ്റിക്കലി ചെന്ന് ആ വിഭൂതി പാക്കറ്റ് എടുത്ത് അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. സ്വാമിയുടെ മിറക്കിൾസ് പറഞ്ഞു തുടങ്ങി അതിന് ഒരു എൻഡിങ് ഇല്ല. നമ്മളെല്ലാവരും സച്ചരിത്രം വായിക്കും. അത് നമ്മൾ സ്വാമിയുടെ കഥ മാത്രമല്ല, അത് നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ കഥ കൂടെയാണ്. ബിക്കോസ് സ്വാമി നമ്മളുടെ ലൈഫിൽ എന്ന് വന്നു തുടങ്ങിയോ അത് കഴിയുമ്പോൾ നമ്മളാണ് സ്വാമിയുടെ സച്ചരിത്രം. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് സ്വാമിയുടെ സച്ചരിത്രം ആയിത്തീരട്ടെ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വാക്കുകളും സമർപ്പിക്കുന്നു. ജയ് സൈറാം. వండర్ఫుల్ మనే, వెరీ వండర్ఫుల్. సాయిరామ్. దైవతత్వాన్ని చక్కగా గుర్తించాలనుకుంటే మన హృదయతత్వాన్ని మొట్టమొదటి విచారణ చేయాలి. In order to understand the divinity, we should understand our nature. అప్పుడే ప్రకృతి కూడాను మనకు వశం అవుతుంది. Then only you can understand the nature. ప్రకృతి అనగా ఏమిటి? What do you mean by this nature? మన యొక్క గుణములను మనం అరికట్టుకోవటం. We should control our qualities. మన యొక్క ఇంద్రియములను మనం అరికట్టుకోవటం. We should have sense control. ఇది సాధ్యం అవుతుంది. It is possible then. అనుకనే దేహాన్ని కూడాను మమైవాంసో జీవలోకి జీవభూత సనాతన, నీవు నా అంశమే నాన్న, you are the spark of my divinity. నీవు ప్రత్యేకంగా నాకు దూరమైన వాడు కాదు. You are not separate from me. నేను నీలో నీవు నాలో ఉంటున్నావు. I am in you and you are in me. కానీ ఈనాటి మానవుడు, but man today, అంగదేశము వంగదేశాన్ని గురించి విచారిస్తున్నాడు, కానీ తన దేశం ఏమిటో తాను విచారించడం లేదు. He thinks of Vangadesha, the Bengal, Angadesha, different country, but he forgets his Desha, the ఈ body. పట్టణం చూడలేదు, ఈ పట్టణానికి పోవాలి, ఆ పట్టణానికి పోవాలనుకుంటున్నాడు. He wants to visit various cities. కానీ మానవుడు గుర్తించవలసింది ఒక్కటే. But man has to know one. ఏ పట్టణాన్ని చూచినా చూడకపోయినా, whatever city you may see or not, నీవు మాత్రం యమ పట్టణం మాత్రం చూడక తప్పదు. you are bound to see that city of death, Yamapattana. ఒక చేప తన స్వస్థానమైనటువంటి యొక్క జలమును విడిచి ఒక క్షణమైన ఉండలేదు. Fish cannot live apart from the water, its original place. తిరిగి తన స్వస్థానమైన జలములో ప్రవేశించాలని అనేక విధములుగా ఆరాటపడుతుంటాయి. It pines and yearns to go back to its original place of water. ఈనాటి మానవుడు తన స్వస్థానం అంటే ఏమిటో అనేటువంటి ఆత్మస్థానాన్ని విస్మరించి హాయిగా జీవిస్తున్నాడు. But man has forgotten his native identity, the spirit, తన and is స్వస్థానాన్ని whiling away గురించి time. ఏమాత్రం కూడా విచారం చేయటం లేదు. He is not bothered about his original place. చేపకున్న తెలివితేటలు లేకపోయింది కదా ఈనాటి మానవునకు. Man today is not that much intelligent as that of a fish. కనుకనే మొట్టమొదట మన స్వస్థానాన్ని మాత్రం మర్చిపోకూడదు. We should now forget our అది original place. ఆత్మస్థానము, అది దైవస్థానము, అది మన యొక్క అంత్యస్థానము. That is our goal, that's our aim, that's God's place. ആനന്ദ് ഒരു ഭജന പാടിക്കോളൂ മോനെ. ഓക്കെ ആൻറ്റി, ശരി. വനമാലി രാധാരമണ്ണ ഗിരിധാരി ഗോവിന്ദ നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. വനമാലി രാധാരമണ്ണ ഗിരിധാരി ഗോവിന്ദ ഭക്തഹൃദയമന്താരാ భానుకోటి సుందర జయనంతనంత గోపవృంద నారాయణ గోవింద హేమంతనంద గోపవృంద నారాయణ గోవింద నారాయణ గోవింద నారాయణ గోవింద నారాయణ గోవింద నారాయణ గోవింద హరినారాయణ గోవింద నారాయణ గోవింద హరినారాయణ నారాయణ నారాయణ గోవింద నారాయణ గోవింద హరినారాయణ గోవింద హరినారాయణ గోవింద. వనమాలి రాధారమణ గిరిధారి గోవింద. సరే,
സായിരാം. സായി ഉപമ. മറ്റുള്ളവർ നിങ്ങളെ സോറി പുട്ടപ്പർത്തിയിൽ ഒരു ആശുപത്രി എന്തിനാണ് എന്ന് നിങ്ങളിൽ ചിലർ ചോദിച്ചേക്കാം. ബാബ സ്വന്തം സങ്കല്പം കൊണ്ട് എന്തുകൊണ്ടാണ് രോഗങ്ങളെല്ലാം ശമിപ്പിക്കാത്തത് എന്നും നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ആശുപത്രി ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈശ്വരനെ പ്രകടമാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് അതും ആവശ്യമാണ്. അതുപോലെ അനവധി ആളുകൾ ആശുപത്രിയിലെ ചികിത്സ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് മരുന്നുകളിലും കുത്തിവയ്പ്പിലുമാണ് കൂടുതൽ വിശ്വാസവും സംതൃപ്തിയും ഉണ്ടാവുന്നത്. അവർക്ക് ഈശ്വരാനുഗ്രഹത്തിനുള്ള വിശ്വാസം ദൃഢമായിട്ടില്ല. അതുകൊണ്ട് ആശുപത്രി അത്യാവശ്യമാണ്. ആത്മീയ സാധനങ്ങളിൽ മുഴുകിക്കൊണ്ട് ലളിതമായ ജീവിതം നയിക്കുകയും സംതൃപ്തിയോടെ ശാന്തതയോടെ സമയം ചിലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈശ്വരാനുഗ്രഹം നേടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈശ്വരാനുഗ്രഹം നേടുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് ആശുപത്രിയുടെ ആവശ്യം തന്നെ വരുന്നില്ല. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം.